നമുക്കിന്ന് ഡംഡോഗ് 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമിനെ കുറിച്ച് നോക്കാം. ഇത് യൂസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഒപ്പീനിയൻ ഓരോ രീതിയിലാണ്. ചിലർക്ക് ഇത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, മറ്റ് ചിലർക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല, ചിലർക്ക് ഇത് ഉപയോഗിച്ചിട്ട് സൈഡ് എഫക്റ്റ് വന്നവരും ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ സൈഡ് എഫക്റ്റ് വന്നാൽ എന്തൊക്കെ ചെയ്യാം, ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് സ്യൂട്ട് ആകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതൊരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ്. അതുപോലെ തന്നെ മെലാസ്മയെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസ് സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, സ്കിന്ന് നല്ല ഈവൻ ടോൺ ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്തിട്ട് മോയ്സ്ചർ കണ്ടന്റ് കീപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കോജിക് ആസിഡ് ഡൈപാൽമിറ്റേറ്റ് ആണ്. കോജിക് ആസിഡിനെ അപേക്ഷിച്ച് ഡൈപാൽമിറ്റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടന്റ് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറച്ചിട്ട്, അതായത് മെലാസ്മയെ ട്രീറ്റ് ചെയ്യാൻ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ കോജിക് ആസിഡ് ഡൈപാൽമിറ്റേറ്റ്. പോലെ ഇതിലെ മറ്റ് കണ്ടന്റുകൾ നമ്മുടെ ഫേസിൽ ആക്നി കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് സാലിസിലിക് ആസിഡ്, T3 ഓയിൽ, ഇതൊക്കെ നമ്മുടെ ഫേസിൽ ആക്നി കുറയ്ക്കാൻ, നമ്മുടെ ഫേസിലുണ്ടാകുന്ന സെബത്തെ കൺട്രോൾ ചെയ്യാൻ, അതായത് നമ്മുടെ ഫേസ് ഒരുപാട് ഓയിലി ആകാതിരിക്കാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റുകളാണ് സാലിസിലിക് ആസിഡും നമ്മുടെ T3 ഓയിലും. കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്ന റോസ്മേരി ഓയിലും T3 ഓയിലും ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണുള്ളത്. അതുപോലെ നമ്മുടെ ഫേസിലെ ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസിൽ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രീ റാഡിക്കൽസ് ആണ് നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണം. അതുപോലെ തന്നെ ഇതിൽ ഗ്ലിസറിന്, അലോവേറ ജ്യൂസ്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൂടുതലും അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു നൈറ്റ് ക്രീം ആയതുകൊണ്ട് നമ്മൾ നൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന ഏതെങ്കിലും നല്ലൊരു ക്ലെൻസർ, അതായത് മൈൽഡ് ക്ലെൻസർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതെടുത്ത് നന്നായി മുഖം വൃത്തിയാക്കിയ ശേഷം നിങ്ങൾ ഏതെങ്കിലും സെറവോ ടോണറോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിടാം. അതിനുശേഷമാണ് നമ്മുടെ ഈ കോജിക് ആസിഡ് ക്രീം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടോണറോ സെറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഉടനെ അപ്ലൈ ചെയ്യരുത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ രാവിലെ എണ്ണീറ്റ ശേഷം അതുപോലെ തന്നെ മൈൽഡ് ക്ലെൻസർ ഉപയോഗിച്ച് മുഖം നന്നായിട്ട് വൃത്തിയാക്കുക. വൃത്തിയാക്കിയ ശേഷം നല്ല രീതിക്ക് ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീനും മസ്റ്റായിട്ട് ഇടാം. ഈ മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റ തവണ ഇട്ടുകൊണ്ട് കാര്യമില്ല. നമ്മൾ കണ്ടിന്യൂസ് ഇടവിട്ട് ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് ഇട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് ഇതിന് കിട്ടുകയുള്ളൂ. സൺസ്ക്രീൻ ഇടുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ താഴോട്ട് അപ്ലൈ ചെയ്യരുത്, നമ്മൾ മുകളിലോട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ഡബിൾ ചിന്ന് വരാനും നമ്മുടെ ഫേസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ താഴോട്ട് അപ്ലൈ ചെയ്യരുത്. എന്ത് ക്രീം ഇട്ടാലും നമ്മൾ മുകളിലോട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആകും എന്നാണ് ഈ ക്രീമിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മൈൻഡിൽ വെച്ചേക്കേണ്ടത്, ഒരു ക്രീമും എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആകുകയില്ല. കാര്യം ചിലർക്ക് സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കും, ചിലർക്ക് ആക്നി പ്രോൺ സ്കിൻ ആയിരിക്കും, മറ്റ് ചിലവർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാകും എന്ന് കാണുവാണെങ്കിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ഈ ക്രീം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫേസിൽ ഒരുപാട് പീലിങ്ങും അതേപോലെ ബേണിങ് സെൻസേഷന്, സൈഡ് എഫക്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഏത് ക്രീമും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ചിലവർക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് കണ്ട് നമ്മൾ ക്രീം ഇട്ട് തുടങ്ങി ഒരു 1 വീക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ സ്കിന്ന് പീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബേണിങ് സെൻസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ സൈഡ് എഫക്റ്റ് ഒക്കെ ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ക്രീം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക, അതുപോലെ സൺസ്ക്രീൻ ഇടുക. ഇതെല്ലാം റിപ്പീറ്റ് ഒരു 2-3 മണിക്കൂർ വിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും മാറുന്നില്ലെന്ന് കാണുവാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. മറ്റ് ചിലർക്ക് ഈ ക്രീം യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അവർ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യാനും സൺ ഡാമേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തൊരു ക്രീമാണിത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ക്രീം അപ്ലൈ ചെയ്യുമ്പം ഡോട്ടായിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഫേസ് ചെറിയ രീതിയിൽ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക.
എനിക്ക് ഇത്രയൊക്കെയാണ് ഈ ക്രീമിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഡെർമഡോക്കിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സെറം ഫോമിലും ക്രീംസ് ഫോമിലും നൈറ്റ് ക്രീം ഫോമിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒരു പ്രഗ്നൻറ്റ് വുമൺ അല്ലെങ്കിൽ ഒരു ഫീഡിങ് മദർ ആണെങ്കിൽ ഒരിക്കലും ഈ ക്രീം ഒന്ന് ട്രൈ ചെയ്ത് പോലും നോക്കരുത്. കാര്യം നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്